ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ആളുകൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ വാടക വീടുകളിലേക്കും മറ്റും മാറിയിട്ടുണ്ട്. സ്വന്തം വീട് ഇനി എന്ന് യാഥാർത്ഥ്യമാകുമെന്നാണ് ഇവരുടെ ആലോചന. മൂന്നൊരു ഒച്ച മാത്രമേ കേട്ടു. 1:30 മണിയാകുമ്പോൾ നമുക്ക് വിവരം കിട്ടി, സംഗതി പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് വീട്ടിൽ നിന്നെല്ലാം മാറിക്കോളൂ പറഞ്ഞു. എവിടേക്കോ മാറാണ് സാറേ, ഈ കാലം വെച്ച് ഞാൻ എന്നെ ആരെങ്കിലും എടുക്കാനുണ്ടോ? ഒരു വഴിയില്ല, വേദന പറയാ സാറേ, ഒരു വഴിയില്ലാതെ ഇവിടെ വന്നാ. ഇതിനും ലോൺ എടുത്തിട്ടുണ്ട് സാറേ, ഈ ബിൽഡിങ്ങിന് ലോണുണ്ട്. ദൈവം എന്നാൽ കണ്ണു തുറന്ന് കിട്ടിയാൽ ഒന്ന് തള്ളിപ്പോണ വലിയൊരു ഉപകാരമായിരുന്നു. ദുരന്തം മറിഞ്ഞ ആദ്യ മണിക്കൂർ മുതൽ നാടാകെ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്കൊപ്പമാണ്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി സഹായങ്ങളാണ് വയനാട്ടിലേക്ക് പ്രവഹിച്ചത്. അത് ഇന്നും തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർ വാടക വീടുകളിലേക്ക് മാറി. ഉപജീവന മാർഗമായ വാഹനങ്ങൾ നഷ്ടമായ പലർക്കും സന്നദ്ധ സംഘടനകളുടെ സഹായത്താൽ വാഹനങ്ങൾ ലഭിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സ്ഥിരമായി ഒരു കൂര എന്നുണ്ടാകുമെന്നതാണ്. വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, വാടക കൊടുക്കണം. വാടക കിട്ടിയില്ലെങ്കിലാണ് ആകെ ബുദ്ധിമുട്ടാകുക. അതുകൊണ്ട് 1-2 മാസം കഴിഞ്ഞ് വാടക നിന്ന് പോയാൽ പിന്നെയും വാടക ഗതി തന്നെയാണ്. ദുരിതബാധിതർക്കായി സുരക്ഷിത മേഖലയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, രാഷ്ട്രീയ കക്ഷികൾ എന്നിവർ ചേർന്ന് 500-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം തേടിയത് 2000 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ്. ഇത് സംബന്ധിച്ചുള്ള വിവിധ വകുപ്പുകളുടെ ശുപാർശകളടങ്ങുന്ന സമഗ്ര റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. ദുരന്തം നടന്ന് 1 മാസമാകുമ്പോൾ സ്ഥിരമായ പുനരധിവാസം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ പച്ചപ്പ് അതൊരു പ്രതീക്ഷയാണ്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾ അതിജീവിച്ച് തുടങ്ങിയിരിക്കുന്നു. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറിത്തുടങ്ങി. സ്കൂളുകൾ അടുത്ത ദിവസം തുറക്കും. കേരളം ഒന്നാകെ വയനാടിനായി കൈകോർക്കുകയാണ്. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ. സംഭവസ്ഥലത്ത് നിന്നും മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.